അന്നയ്ക്ക് വാവയായാലോ ഡിജിക്ക് വാവയായാലോ മൂത്തതായിട്ട് ചേച്ചിക്ക് എന്താ വാവയാവാ. പക്ഷെ ഈ നാട്ടിൽ വന്നതിന് ശേഷം വന്നൊരു മാറ്റാണ് അത് വേറെ. കാരണം ഞാൻ കുറച്ചും കൂടി ഇൻട്രോവേർട്ട് ആയി പോയി. അത്ര ഈസി അല്ല നാട്ടില് വന്നിട്ട് ജീവിക്കാൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അജയ് ബുദ്ധിമുട്ടുണ്ടോ ഞാൻ ജോലിക്ക് പോവാത്തതിന്? അപ്പൊ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെന്ന് വെച്ചാൽ അല്ല. പക്ഷെ ഫിനാൻഷ്യലി ഡിപെൻഡന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരുവിധപ്പെട്ട എല്ലാ വ്ളോഗേഴ്സും അങ്ങനെ തന്നെ. അവര് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഹലോ ഗൈസ്, ഇതിപ്പോ നമ്മുടെ മൂന്നാമത്തെ ടേക്ക് ആണ്. എന്താ നിങ്ങളുടെ അടുത്ത് പറയണ്ടേന്ന് അറിയാത്തത് കൊണ്ട് 1, 2, 3 ഒക്കെ കഴിഞ്ഞു ടേക്ക്. അപ്പൊ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ചിറ്റ് ചാറ്റ് വ്ളോഗാണ്. ആക്ച്വലി നമ്മളിപ്പോ ദുബായിന്ന് നാട്ടിൽ വന്നിട്ട് 1 വർഷത്തിന് മേലെയായി. കറക്റ്റ് 1 വർഷം 2 മാസം. എണ്ണിക്കൊണ്ടിരിക്കാണോ? ഓക്കെ, അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് കുറെ പേര് ചോദിക്കാറുണ്ട്. ദുബായിന്ന് നാട്ടിൽ വന്നപ്പോ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ്. ഇതില് ലീസ്റ്റ് എഫക്റ്റഡ് എന്ന് പറയുന്നത് ഞാനായിരിക്കും. കാരണം അറ്റ്ലീസ്റ്റ് ജോലിക്ക് വേണ്ടിയെങ്കിലും എനിക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോ ഒരു ചോദ്യം എന്റെ അടുത്ത് വരും ആൾക്കാർക്ക്, അപ്പൊ എന്തുകൊണ്ട് ഇവ ചേച്ചി ജോലി ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കണ എന്തിനാ, അതുകൊണ്ടല്ലേ ബോറടിക്കണേ എന്നുള്ളൊരു ചോദ്യം എന്റെ അടുത്ത് വരും. അതിന് ഒരു ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതുമുണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്കൊരു 9 to 5 ജോലി ചെയ്യാൻ അറിയില്ല. പണ്ടേ താല്പര്യം ട്രൈ ചെയ്തിട്ടുണ്ട്. ആ കമ്പനി കൂട്ടിയും പോയി. നല്ല കമ്പനി, ഇപ്പോഴും നല്ല റെപ്യൂട്ടഡ് കമ്പനി ആണെന്ന്. കാരണം എന്താ, ഇവളവിടുന്ന് പറഞ്ഞു കിട്ടു. അല്ല, ഓൾറെഡി എനിക്ക് അങ്ങനെ ഒരു 9 to 5 ജോലി ചെയ്യാനായിട്ട് പണ്ടേ, അതായത് ചെറുതിലേ താല്പര്യം. 1ാം ക്ലാസ് തൊട്ട് അല്ലെ, 1ാം ക്ലാസ് തൊട്ട് ഇവ മനസ്സിൽ ഉറപ്പിച്ചു 9 to 5 അല്ല മൈ കപ്പ് ഓഫ് ടീ അല്ലെ. കോഫി അല്ലേ കുടിക്കുക, പിന്നെ ടീ എന്ന് പറഞ്ഞത്. ചെറിയ രീതിയിലെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വലിയ പൈസ ഉണ്ടാക്കണമെന്നല്ല, കുഞ്ഞു പൈസ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഉണ്ടാക്കി. ലാസ്റ്റ് പ്രൊമോഷന് ഇവയ്ക്ക് കിട്ടിയ പൈസ എന്ന് പറയുന്നത് 150 രൂപയും പിന്നെ ഒരു ചുരിദാറുമാണ് ഗൈസ്. അത് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ചെറിയ രീതിയിൽ ആൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതെ, കുഞ്ഞു രീതിയിൽ ഞാൻ എനിക്ക് എന്താ പറയാ, ഐ മീൻ തട്ടിമുട്ടി ഒരു ദിവസം കടന്നു പോകാനുള്ള. അപ്പൊ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെന്ന് വെച്ചാൽ അല്ല. പക്ഷെ ഫിനാൻഷ്യലി ഡിപെൻഡന്റ് ആണോ എന്ന് ചോദിച്ചാൽ നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഞാൻ വെറുതെ നിങ്ങൾ കാണുന്ന പോലെ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ വീഡിയോ ഇടുമ്പോ ചിലവര് നമുക്ക് ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞോ ഞാൻ നമുക്ക് അതിൽ നിന്ന് പേയ്മെന്റ് വാങ്ങിക്കാം. അപ്പൊ അങ്ങനെ ചെറിയൊരു വലിയ 50,000, 20,000, 60,000 അങ്ങനത്തെ രൂപയല്ല, 10,000, 7,000, 5,000 അങ്ങനത്തെ അല്ല. അങ്ങനെ കുഞ്ഞു എമൗണ്ട്സ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരു 9 to 5 ജോലി ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവ ഫാമിലി. പിന്നെ അത് മാത്രല്ല, അജയ് ചേട്ടൻ നാട്ടിലേക്ക് വരുമ്പോ ഞാൻ 9 to 5 ജോലി ചെയ്തുകൊണ്ടിരുന്നതിന് ഞങ്ങൾക്ക് അത് പറയണ്ടല്ലേ, നമുക്ക് നമ്മുടെ ഇതുപോലെ എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ പോണ മീൻ ഇങ്ങനെ ജോലിക്ക് ഇവളും ജോലിക്ക് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കുന്നു. അപ്പോഴുള്ള നമ്മള് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ലീവിന് വരുന്ന ടൈമിൽ ചിലപ്പോ ഇവ ഫ്രീ ആവണമെന്നില്ല. അപ്പൊ നമുക്ക് യാത്ര ചെയ്യാനായിട്ടോ ബാക്കി കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവരുടെ അടുത്ത് ഇപ്പൊ ഇവ തീരുമാനിച്ചിരിക്കുന്നു. ആരും പറഞ്ഞിട്ടോ, അജിചേട്ടൻ പറഞ്ഞിട്ടും അല്ല, ആരുടെയും പറഞ്ഞിട്ടോ അല്ല, എനിക്ക് അല്ല ആര് പറഞ്ഞാലും അവള് കേക്കില്ല. ഇപ്പൊ നമ്മൾ എന്താണോ പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് അവള് ചെയ്യുള്ളൂ. അപ്പൊ ബെറ്റർ നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷെ അജിചേട്ടൻ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ ജോലിക്ക് പോവാത്തതിന്? ഇല്ല, അങ്ങനെ ഇതുവരെ ഇല്ല. ദൈവം അനുഗ്രഹിച്ച്. അങ്ങനല്ല, പൈസയുടെ ഇതിൽ ഉദ്ദേശിച്ചിട്ടല്ല നീ ജോലിക്ക് പോണം. അല്ല, അങ്ങനെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ ജോലിക്ക് പോണം. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമല്ല. അപ്പൊ ഇവയ്ക്കും ജോലിക്ക് പോകാൻ നമ്മൾ 2 രൂപ പോകണ്ടിരുന്ന പട്ടിണിയാവും. അപ്പൊ ഒരാൾ നിർബന്ധിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യിപ്പിക്കുന്നേക്കാൾ നല്ലത് ഇപ്പൊ ഇവനെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കമ്മ്യൂണിക്കേഷനിലായാലും മറ്റുള്ള ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് ക്വാളിറ്റീസ് അവൾക്കുണ്ട്. അപ്പൊ അതവള് ആ പൊട്ടൻഷ്യൽ അവള് യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും അവളോട് പറയാം. പക്ഷെ പണ്ട് ഞാൻ നന്നായി ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആൾക്കാരുടെ അടുത്ത് ഇടപഴകാനും ഒക്കെ എനിക്ക് തന്നെ അറിയാം, ഞാൻ വളരെ മിടിക്കായിരുന്നു എന്നുള്ളത്. പക്ഷെ ഈ നാട്ടിൽ വന്നതിന് ശേഷം വന്നൊരു മാറ്റാണ് അത് വേറെ. കുറച്ചും കൂടി ഇൻട്രോവേർട്ട് ആയി പോയി. അത് കാരണം കുറെ പേർക്കൊക്കെ അറിയാം, കുറെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ സീനാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഒരു ഷെല്ല് അവള് തന്നെ ഉണ്ടാക്കി, അതിന്റെ ഉള്ളിലാണ് അവള്. ബട്ട് അത് അധികമായി ബ്രേക്ക് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നീ എന്തിപ്പോ ബ്രേക്ക് ആവോ? അല്ല, ഞാൻ ആലോചിക്കാം, പണ്ട് ഞാൻ അത്ര ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളായിരുന്നു. അത്രയും ലേലത്തിലത്തെ ഡയലോഗ് വരെ ഇവനെ കണ്ടിട്ട് എഴുതിയത്.
അപ്പൊ ഞാൻ നന്നായി സംസാരിക്കണം, നല്ല എക്സ്ട്രോവേർട്ട് ആയിട്ട് എന്റെ അടുത്ത് മമ്മിയും പപ്പയും പിന്നെ അയച്ചനൊക്കെ നീ ആവശ്യമില്ലാണ്ട് സംസാരിക്കില്ലേ എന്ന് പറഞ്ഞു. അങ്ങനത്തെ, അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാൻ, പുതിയ ആൾക്കാർ, അറിയാത്ത ആൾക്കാരോടൊക്കെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മനസ്സിലായില്ലെങ്കിലും ഇപ്പൊ അറിയണ ആൾക്കാരോടാണെന്നുണ്ടെങ്കിലും അതാണ് ഈ നാട്ടിൽ വന്നിട്ട് അവിടെ ആയിരിക്കുമ്പോ ആ ഒരു പ്രശ്നം എനിക്കില്ല. കാരണം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കാണുന്നുള്ളൂ. അവിടെ ആക്ച്വലി തിരക്കാവല്ലോ. മാത്രല്ല ഇവ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെയുള്ളതും ഇവിടെയുള്ളതും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവിടെ ആരും പേഴ്സണലി ഉള്ളിലേക്ക് കയറി നമ്മുടെ അടുത്ത് അങ്ങനെ കാര്യങ്ങൾ ചോദിക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇവിടെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടാവും, ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ടാവും, പരിചയമില്ലാത്തവര് വരെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ കൺവിൻസ് ചെയ്യാൻ. അതൊക്കെ പോട്ടെ, നമ്മളുടെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഇതിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിലുള്ള കമന്റ്സ് ചിലതൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്താണ്. അല്ല, ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഒരു ടൈം വരെ എന്നെ ഇതൊക്കെ ബാധിച്ചിരുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ഇവർക്കൊന്നും ഒരു പണിയില്ലേ എന്ന് മാത്രമേ എനിക്കിപ്പോ ഫീൽ ചെയ്യാറുള്ളൂ. ടു ബി ഓണസ്റ്റ്, എനിക്കിപ്പോ അങ്ങനെ ഫീൽ ചെയ്യാം. ഞാൻ കാര്യം പറയട്ടെ, പലരും പറയാം നിങ്ങൾ വ്ളോഗേഴ്സ്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വ്ളോഗിൽ കാണിക്കണ്ടല്ലോ, പിന്നെ എന്താ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ല, നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വ്ളോഗിൽ കാണിക്കുക. അത് നമ്മളെന്നല്ല, ഒരു വിധപ്പെട്ട അല്ലല്ല അങ്ങനെ ചെയ്യണവരുണ്ട്, എനിക്കറിയില്ല. നമ്മളെ സംബന്ധിച്ച് ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. എനിക്ക് കാണിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാൻ എന്റെ വീഡിയോയിൽ കാണിക്കുക. അതല്ലാതെ ഒരു ലൈഫ് എനിക്കുണ്ട്. സോഷ്യൽ മീഡിയയിൽ വന്നതിന് ഒരു ലൈഫ് ഇല്ലാണ്ടാവുന്ന ഒരു സംഭവം എനിക്കില്ല. ഞാൻ അല്ലാത്തൊരു ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്, ഇവ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു പോയിന്റ് ഒരുവിധപ്പെട്ട എല്ലാ വ്ളോഗേഴ്സും അങ്ങനെ തന്നെ. അവര് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അപ്പൊ പേഴ്സണൽ ലൈഫ് ഫുൾ ആയിട്ട് തുറന്നു കാണിക്കുന്ന ഒരു പരിപാടിയല്ല നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത്. കാരണം കുറെ കാര്യങ്ങൾ നമുക്ക് പേഴ്സണൽ ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറയുന്നത്, ഈ ഒരു കാലയളവ് എങ്ങനെ ഉണ്ടായിരുന്നു മേരി മാർഗ്രറ്റിന്റെ നാട്ടില്? സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും എന്റെ ആ ഒരു ലൈഫ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതെ അതെ, അത് എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു കാര്യം. ഞാൻ ഇടയ്ക്ക് ദുബായിലേക്ക് വരുന്ന ടൈമിൽ ഇവ വിചാരിച്ചിരുന്നു അടിപൊളിയായിരിക്കും ദുബായിൽ? ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഫസ്റ്റ് അബുദാബിക്ക് ഞാൻ ഫ്ലൈറ്റ് കയറുന്നത്. ഞാനും അയച്ചന്റെ ഫ്രണ്ടിന്റെ വൈഫും കൂടെയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ഒറ്റയ്ക്ക് കയറാനൊക്കെ മീനുമായിട്ട്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പച്ചപ്പും കടലൊക്കെ കഴിഞ്ഞ മണല് കണ്ടപ്പോ ഉണ്ടല്ലോ, സത്യം പറഞ്ഞ എനിക്ക് ശരിക്കും സങ്കടമായി. ദൈവമേ, ഇനിയിപ്പൊ ഇങ്ങനത്തെ ഒരു ലൈഫ് ആയിരിക്കോ? ഞാൻ കേട്ടിട്ടുണ്ട് ഈ കുബൂസ്, അതൊക്കെ എന്നെ മനസ്സിലായി. ആ സമയത്ത് വെറുതെ തള്ളി പറയല്ല, ആ സമയത്ത് ഭയങ്കര വിഷമിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് കാലുകുത്തിയത്. പിന്നീട് എനിക്ക് UAE തന്ന ലൈഫ്, അവിടുത്തെ ഫ്രണ്ട്സ്, ഫുഡ്, എക്സ്പീരിയൻസ്, ലവ്, കെയർ, എല്ലാം എല്ലാം ഭയങ്കര. ആ സമയത്ത് ഞാൻ നമ്മുടെ ഫ്രണ്ട്സിൽ, ഇതുപോലെ ഫ്രണ്ട്സിനോട് ഇടയ്ക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ പറയും, അന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ അത് അത്രയും വലിയ ലക്ഷ്യം. നമുക്ക് എല്ലാ വീക്കെൻഡും അത് നമുക്ക് വെറുതെ നമ്മളെല്ലാ വീക്കെൻഡും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഹാപ്പിനെസ് ആയിരുന്നു. പക്ഷെ അന്ന് നമുക്കത് അറിയില്ലായിരുന്നു അതൊരു ലക്ഷറി ആണെന്നുള്ളത്. ഇത്രയും നാള് കഴിയുമ്പോ അതൊരു ലക്ഷറി ആയിട്ട് വരും എന്നുള്ളത് നമ്മൾ ആക്ച്വലി ഞാനിപ്പോ റിജോയുടെ അടുത്തായാലും രാകേഷിന്റെ അടുത്തായാലും ഷറഫും സമീലിക്ക അവരുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ, ആ ഒരു ടൈം ഇപ്പോ നമ്മുടെ മിസ് ചെയ്ത് പോയ കോളേജ് ലൈഫ് നമുക്ക് തിരിച്ചു കിട്ടിയ ഒരു ടൈമായിരുന്നു അത് ആക്ച്വലി. കാരണം നമ്മൾ ഒരാൾ ഇപ്പൊ നമ്മുടെ സൗഹൃദത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ, നമ്മൾ വേറൊരാൾക്ക് നമ്മളിത് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലാതെ തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്നതാണ് സൗഹൃദത്തിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ ദിവസവും കോണ്ടാക്ട് ചെയ്യാം, നമ്മൾ എല്ലാ ദിവസവും മെസ്സേജ് അയക്കാം, വിളിക്കാം, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. പക്ഷെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിലും അന്ന് ഉള്ള ഒരു കണക്ഷൻ ഇല്ലേ, ഒരു മാസം പറയണ്ട, ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ സംസാരിച്ചാൽ ഒരു വർഷം വർത്താനം പറയണമെന്നല്ല കേട്ടോ, അങ്ങനെ കഴിഞ്ഞാൽ ആ ഒരു ഫീൽ. അതെ, ഇനിയിപ്പോ ഇന്ന് സംസാരിച്ചിട്ട് ഇനി ഒരു വർഷം കഴിഞ്ഞ് ഇന്നാണ് അതെ, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഈ ഡേറ്റിലാണ് നമ്മൾ സംസാരിക്കണെങ്കിലും ഇന്ന് സംസാരിച്ച അതേ വൈബ്, അതേ സ്നേഹം, അതേ ഇത്. നീ എന്നാലും വിളിച്ചില്ലല്ലോ, നിങ്ങക്ക് നേരമില്ലല്ലോ, നീ ബിസി അല്ലേ, നീ നിന്റെ കാര്യങ്ങൾ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒഴിവാക്കണ കുറെ പേര് എനിക്കറിയാം. എനിക്കത് അനുഭവം ഉണ്ട്. അങ്ങനത്തെ പരാതി പറച്ചിലുകളൊന്നും ഇവിടെ ഇല്ല. അതാണ്. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. മാത്രമല്ല ദുബായ് ലൈഫിനെ കുറിച്ച് പറയുമ്പോ പിന്നെ പ്രത്യേകിച്ച് അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അങ്ങനത്തെയും കാര്യങ്ങളുണ്ട്. അതായത് നല്ലത് ആ ഇടയിൽ എല്ലാവർക്കും നല്ലത് സംഭവിക്കണേന്ന് പ്രാർത്ഥിക്കണ
അത്രയും ഫ്രണ്ട്സ് ആണ് നമ്മള്. ശരിക്കും മിസ് ചെയ്യേണ്ടത്. അല്ല നമ്മള് പറഞ്ഞത് എങ്ങോട്ടേക്ക് പോണേ? അതായത് ഞാൻ പറഞ്ഞു തന്നത് ദുബായിലേക്ക് അല്ല UAE-യിലേക്ക് ഞാൻ ആദ്യമായിട്ട് പോകുമ്പോ മണല് കണ്ടപ്പോഴുള്ള വിഷമത്തിന്റെ അതിന്റെ ഇരട്ടിയുടെ വിഷമായിരുന്നു ദുബായ് വിട്ടിട്ട് ഞാൻ ഈ പച്ചപ്പ് കണ്ടു വന്നപ്പോ കേട്ടോ. പക്ഷെ ഇവിടെ ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്, എനിക്ക് തീരെ പറ്റുന്നില്ല, എനിക്ക് അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നേ. അവിടുത്തെ സുഖമുള്ളൊരു ലൈഫ് ഉണ്ടല്ലോ, അത്ര ഈസി അല്ല നാട്ടിൽ വന്നിട്ട് ജീവിക്കാൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ഗോ ത്രൂ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കാം എനിക്ക് ദുബായിൽ പോകണം എന്നുള്ളതും. പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, അവരെ ഒന്നും പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മള് ദുബായിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ സോഷ്യൽ മീഡിയ ത്രൂ വരുന്ന ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് എന്തായാലും മാറ്റാൻ പറ്റൂല. നമ്മളെ കൊണ്ട് ഇപ്പൊ നാട്ടിൽ വന്നാൽ എവിടെ നിന്നാലും അത് നമ്മൾ അനുഭവിക്കണം. അപ്പൊ ബാക്ക് ടു ദാറ്റ്, ആ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ ഈ ബേബീസിന്റെ കാര്യമാണ് എപ്പോഴും എല്ലാരും പറയുന്നത്. അത് ഞാൻ പറയട്ടെ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്, സംഭവിക്കണം എന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ട്രൈ ചെയ്യുന്ന കാര്യമാണ്. അത്രേ നമുക്കിപ്പോ പറയാൻ പറ്റും. അതിനപ്പുറം എന്താണ് സംഭവിക്കാന്നുള്ളത് നിങ്ങളെ കൊച്ചുങ്ങള് വേണ്ടാന്ന് വെച്ചതാണോ? നിങ്ങൾക്ക് എന്താ കൊച്ചുങ്ങൾ വേണ്ടേ? ഇവര് പ്രസവിച്ചു, അവര് പ്രസവിച്ചു, എന്താ ഇവ ചേച്ചി പ്രസവിക്കാൻ? ഇതൊക്കെ എന്ത് ചോദ്യം ഗൈസ്. നമ്മൾ എന്ത് പറയാൻ ഇതിനൊക്കെ? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിനപ്പുറം എന്താണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കണേ, എന്തൊക്കെയാണ് നമ്മൾ സംഭവിക്കണേ എന്നുള്ളത് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഈ പോയിന്റില്. അത് ഓരോരുത്തരുടെ ലൈഫ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോരുത്തർ നമ്മളിത് പറയൂല എന്നല്ല പറയണേ, ഈ പോയിന്റില് ഞങ്ങൾ ഇവിടം വരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൂ പറയാനായിട്ട്. അതെ, അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും ലൈഫ് ഡിഫറെന്റ് ആണ്. ഒരാൾ പോകുന്ന പാത്തിലൂടെയല്ല വേറെ ആൾ പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അവർക്ക് അൺകംഫർട്ടബിൾ ആണെങ്കിൽ ആ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. ചില ചോദ്യങ്ങൾ വരുമ്പോഴായിരുന്നു ആദ്യം ബുദ്ധിമുട്ടുണ്ടാവുക. അതായത് അന്നയ്ക്ക് വാവയായാലോ, ഡിജിക്ക് വാവയായാലോ, മൂത്തതായിട്ട് ചേച്ചിക്ക് എന്താ വാവയാവാത്തെ, അങ്ങനത്തെ ഒരു ചോദ്യം. അതായത് അവർക്ക് വാവയായതിൽ സങ്കടം ഉണ്ടോ? എന്തിനാ അങ്ങനെയൊക്കെ? അവരുടെ ലൈഫ്, അവരുടെ കുട്ടി, അതിൽ ഞാൻ എന്തിനാ സങ്കടം? എന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടം ഉണ്ടാവും ചിലപ്പോ, പക്ഷെ അവർക്കായി എന്ന് പറഞ്ഞതിന് എനിക്ക് സങ്കടപ്പെട്ടിരിക്കുന്നതിൽ പോയിന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പൊ ഓരോരുത്തരുടെയും ലൈഫ് ഡിഫറെന്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ ആ ചോദ്യത്തിൽ വളരെ അൺകംഫർട്ടബിൾ ആണ് ആൻസർ ചെയ്യാനായിട്ട്. അപ്പൊ ചോദിക്കാതിരിക്കാതെ. പക്ഷെ ഇത് പറയണോണ്ടത് ചോദ്യം വരാതിരിക്കില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞില്ല, ഒരു പോയിന്റ് വരെ അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കത് ഒരു പണിയില്ലാത്തവര് അവിടെ ഇരുന്ന് കമന്റ് അടിക്കുന്നു, അത്ര എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യാറുള്ളൂ. ജെനുവിൻലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് വേണം കാണാനായിട്ട്, നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അഥവാ നമ്മൾ പറയുന്നത് ഇപ്പൊ ഒരു ഫ്ലോയില നമ്മൾ ഈ പറഞ്ഞു സ്ക്രിപ്റ്റഡ് അല്ല ഇത് ആക്ച്വലി. അപ്പൊ നമ്മൾ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സോറി ചോദിക്കുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്ന പല വീഡിയോ കോൺട്രവേഴ്സിയായി മാറിയിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പൊ അത് കാരണം അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകണ്ടെന്ന് കരുതി ഇപ്പോഴേ പറയുന്ന, ആരെയും വിഷമിപ്പിക്കാനോ ഹേർട്ട് ചെയ്യാനായിട്ട് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാരും സന്തോഷമായിട്ടിരിക്കുക, അത് മാത്രം നമുക്ക് പറയാനുള്ളൂ അല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ള ചെറിയൊരു ചിറ്റ് ചാറ്റ് വീഡിയോ ആയിരുന്നു അല്ലേ? മേരി മാർക്കറ്റ് ഇടയ്ക്ക് ഇമോഷണലായി അല്ലേ? ഇമോഷണലായില്ലല്ലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതിനും ഒരു കാര്യം കൂടി പറയട്ടെ. എന്താണത്? എല്ലാവരും വിചാരിച്ചിട്ടുണ്ടോ ഞാൻ വണ്ണം വെച്ചിട്ട്? അതിന് ഇനിയിപ്പൊ കമന്റ് വരുന്നുണ്ട് വണ്ണം. ശരിയാണ്, ഞാൻ ഈ ഒരു പോയിന്റിൽ വണ്ണം വെച്ചിട്ടായിരിക്കണേ. അതിനും ഫുഡ് കഴിച്ച പല ഉണ്ടാവും. പ്രഗ്നന്റ് അല്ല കേട്ടോ, സ്റ്റിൽ പ്രഗ്നന്റ് അല്ല, അതുകൊണ്ടല്ല. അപ്പൊ പല റീസൺസ് ഉണ്ടാവും. വണ്ണം ഒരു 74-ന്ന് എനിക്ക് കുറയ്ക്കാൻ 47-ലേക്ക് എത്തിയെങ്കിൽ എനിക്കിത് കുറയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അറിഞ്ഞൂടാ ഇനിയിപ്പോ ഇത് ഉണ്ടാവുന്നൊന്നും എനിക്ക് അറിഞ്ഞു. അവള് വേണമെന്ന് വെച്ച് കൂട്ടുന്നതല്ല ഈ വണ്ണം എന്ന് പറഞ്ഞ സംഭവം. പിന്നെ അത് പിന്നെ പണ്ടത്തെ പോലെ എനിക്ക് അത്ര ട്രോമ ഒന്നുമില്ല. എനിക്കത് അറിയാം, എന്നെ കൊണ്ട് പറ്റണ ഒരു കാര്യമാണെന്നുള്ളത് എനിക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ ഓക്കെയാണ്. വണ്ണം വെക്കാതിരിക്കാന്നുള്ളതൊക്കെ അതിലൊന്നും വലിയ കാര്യമില്ല. നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാന്നുള്ളത് മാത്രമേ കാര്യമുള്ളൂ. ഹെൽത്തി ആയിട്ട് ഇരിക്കുക, അത് മാത്രമല്ല. വണ്ണം കൂടി, വണ്ണം കുറഞ്ഞു, മെലിഞ്ഞു, ഉണങ്ങിയ, മുടി പോയി, കഷണ്ടിയായി, താടി നരച്ചു, ഷുഗറാണോ, ഇതൊന്നും അർത്ഥമില്ല കേസ്. നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രം പ്രധാനമായിട്ട് കാര്യം. സന്തോഷമായിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുക എല്ലാവരും കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ച് ഞാൻ കരുതി ഇവന്നെ ഇങ്ങനെ നോക്കിയിരിക്കാന്ന്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. അയ്യോ, റെക്കോർഡ് അമർത്തിയില്ല. പോടാ.